ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ടീനേജ് കുർത്തിയുടെ കട്ടിങ് കാണിച്ചിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാനായിട്ട് കുറച്ചൊന്ന് താമസിച്ചു പോയി. നൈറ്റ് മെറ്റീരിയലിൻ്റെ ഒക്കെ സെയിലും വന്നു, പിന്നെ അവധിയൊക്കെ വന്നത് കാരണം വീട്ടിലൊക്കെ പോയപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി താമസിച്ചു പോയത് കേട്ടോ. അപ്പോൾ ഈ പിക്ചർ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ നെക്ക് വീനെക്കാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് മിഡിൽ തന്നെ വെച്ച് കൊടുക്കാം. വീനെക്ക് ആയതുകൊണ്ട് തന്നെ ഈ താഴ്വശവും കറക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് തന്നെ വെക്കണം. ചിലപ്പോൾ ഒരു ഇത്തിരി ചരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം എനിക്ക് ചെറിയ ചരിവ് പോലെ പറ്റിയതുകൊണ്ട് ഇപ്പം ഞാൻ താഴ്വശം കറക്റ്റ് പോയിന്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആലിലെ പോലത്തെ നെക്കില്ല, അതും വീനെക്കും ഒക്കെ എപ്പോഴും കറക്റ്റ് മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് അരികുവശം തയ്ച്ചു കൊടുക്കാം. ലൈനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിലേക്ക് തയ്ച്ചു പിടിപ്പിക്കാം. അതല്ലെങ്കിൽ നേരെ തന്നെ ഒരു കാലിഞ്ചിനേക്കാളും കുറച്ചുകൂടെ വീതിക്ക് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെം ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കാം. ഇനി വേണ്ടത് അടുത്തത് ഷോൾഡർ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഷോൾഡർ നമുക്ക് നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇത് റൈറ്റ് സൈഡും ബാക്ക് സൈഡിൻ്റെ റൈറ്റ് സൈഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് കണ്ടോ, ഇതിങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആ തയ്യലിൻ്റെ ഭാഗത്തേക്ക് ഇത് കൊണ്ടൊന്ന് വെക്കുക. കണ്ടോ, ഇങ്ങനെ ആണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി തന്നെ തയ്ക്കുക. ചിലർ തയ്ക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടിപ്പ് നല്ലതാണ്. അപ്പോൾ അങ്ങനെ തയ്ച്ചിട്ട് പിന്നെ മടക്കി വെച്ച് തയ്ക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഒട്ടും തന്നെ വേരിയേഷൻ ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, സാധാരണ ഇങ്ങനെ പുറത്തേക്ക് തെള്ളി വരുന്ന പോലെ വരും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അരികിന് തന്നെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ തയ്ക്കുക. തയ്ക്കുമ്പോൾ ഇവിടെ മുതൽ വേണം തയ്ച്ചു തുടങ്ങാനായിട്ട്. നെക്കിൻ്റെ സൈഡിൽ നിന്ന് വേണം ഇങ്ങോട്ട് തയ്ക്കാനായിട്ട്. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നമുക്ക് ഫ്രണ്ട് സൈഡ് എത്രയാണോ വീതിക്ക് നമ്മൾ തയ്ച്ച് അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സ്ലീവ് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഷോൾഡർ കട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷോൾഡർ കറക്റ്റായിട്ട് ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. അങ്ങനെ ഇത് 4ആയിട്ട് മടക്കി ഷോൾഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് കാണിക്കാഞ്ഞത്. ഇവിടെ ഞാനൊരു 2.5 ഇഞ്ചിന് തയ്യൽ തുമ്പോടെ ചേർത്ത് എടുക്കുകയാണ്. കറക്റ്റ് 2.5. ഒരുപാട് വീതിയായി കഴിഞ്ഞാൽ ഒത്തിരി ചുളിവുകൾ വരും ആം ഹോളിൻ്റെ അവിടെ. അതുകൊണ്ടാണ് അത്രയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തു. ഇനി വേണ്ടത് ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡ് മാത്രം ഇടുക, ബാക്ക് സൈഡ് മാറ്റി കൊടുക്കുക. ഫ്രണ്ട് സൈഡ് എന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ കുഴിച്ചെടുക്കുക. അപ്പോൾ അത്രയും ചുളിവ് വരുന്ന ഭാഗമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, അപ്പോൾ നന്നായിട്ട് കുഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ ഇതേപോലെയുള്ള ആയിരുന്നല്ലോ നമ്മൾ നീട്ടി കട്ട് ചെയ്തെടുത്തത്. ആദ്യം വേണ്ടത് ഇതിൻ്റെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്യുക എന്നതാണ്. എന്നിട്ട് നമുക്ക് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് തുണി രണ്ടും മടക്ക് ഒരുപോലെ നിൽക്കണം. ഫുള്ളായിട്ടൊന്ന് മടക്കി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പീസ് തയ്യൽ വരും, മറ്റേ പീസ് ചിലപ്പോൾ തയ്യൽ കയറിയില്ലെന്ന് വരും കേട്ടോ. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇത് കറക്റ്റ് മിഡിൽ പോയിന്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഞുറിവുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ തയ്യൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് തയ്ക്കുക കേട്ടോ. കാരണം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ചെറുതായിട്ടൊന്ന് അകന്നു പോകും. ഇനി ഇതിൻ്റെ മിഡിൽ പോയിന്റിലേക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഞുറിവുകൾ നമ്മൾ ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ലോങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ പിന്നീട് നമുക്കത് അഴിച്ചു മാറ്റണമെങ്കിൽ എളുപ്പമായിരിക്കും ലോങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഞുറിവ് കറക്റ്റാണെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സാധാരണ സ്റ്റിച്ച് ഒന്നുകൂടെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള ചെറിയ ചെറിയ ഞുറിവുകൾ ഇങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരു വശം ഞാൻ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷമാണ് അടുത്ത വശം ഇടുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻഡിൽ നിന്ന് ഇങ്ങ് അരിൻ്റെ വരെ എടുക്കാം. പക്ഷേ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല.
ഒരു വശത്ത് ചിലപ്പോൾ ഞൊറിവുകൾ കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. കണ്ടോ? അപ്പോൾ ഇത്രയും അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഞൊറിവുകൾ ഇടാനുള്ള സ്ലീവിന് ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത വശവും നമുക്ക് വേണമെങ്കിൽ നടുക്കുന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ എൻഡിൽ നിന്ന് നമ്മൾ തയ്ച്ചെടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഞൊറിവ് കുറഞ്ഞു പോയെന്നിരിക്കും. പിന്നെ നമ്മളത് വീണ്ടും അഴിച്ച് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഞൊറിവ് ഇടുവാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് ചെയ്യുമ്പോൾ. എന്നാലും കുഴപ്പമില്ല. ഇത്തിരി സമയമെടുത്ത് നമുക്ക് പതുക്കെ ചെയ്താൽ നമുക്കത് അഴിച്ച് കളയേണ്ടി വരില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കാരണം മറ്റേ വശം നമ്മൾ എങ്ങനെയാണോ ഞൊറിവ് ഇട്ടത് അതേപോലെ തന്നെ ഈ വശം ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ ആ കറക്റ്റ് ആം ഹോൾ എവിടെയാണോ കിട്ടുന്നത് ആ പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഭാഗം വരെയും നമ്മളിതുപോലെ ഇങ്ങനെ ഞൊറിവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ഞാൻ പറഞ്ഞ പോലെ ലോങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് നിങ്ങൾക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. കണ്ടോ? ഈ താഴ്ഭാഗം വരെയും നമുക്ക് ഏകദേശം ഞൊറിവുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങ് ആംഹോളിൻ്റെ ആ താഴ്ഭാഗത്ത് തന്നെ കുറ്റി ഞൊറിവ് വരണമെന്നില്ല. അവിടെ കുറച്ചിങ്ങനെ ലെങ്ത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല. ഇതേപോലെ. ഇനി അടുത്ത് നമുക്ക് പതിച്ച് തയ്ക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വശത്തും ഇതേപോലെ സ്ലീവ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് പതിച്ച് തയ്ക്കാം. സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആംഹോളിൻ്റെ അരികിനൂടെ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. സ്ലീവിലേക്ക് കയറ്റി തയ്ക്കണ്ട. അങ്ങനെ തയ്ക്കുമ്പോൾ സ്ലീവ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവിലേക്ക് തയ്ക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ രണ്ടും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അമർന്ന് താഴേക്ക് ഇരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ നിവർന്നിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പതിച്ച് തയ്ക്കണം. ഇതാ കണ്ടോ? സ്ലീവ് ഇതുപോലെ ഇങ്ങനെ നല്ലതായിട്ട് നിവർന്നിരിക്കും. അതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോള് ഞാൻ 8.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇടഭാഗം ഞാൻ വണ്ണം 8 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലിറ്റിൻ്റെ ഇവിടുത്തെ വണ്ണം നമ്മൾ 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷേപ്പൊക്കെ നമ്മുടെ കറക്റ്റ് നിങ്ങളുടെ എത്രയാണോ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം കേട്ടോ. ആം ഹോള് അപ്പോൾ 8.5 നമ്മൾ മാർക്ക് ചെയ്തു. അത് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് സ്ലിറ്റിൻ്റെ ആ പോയിന്റിൽ നിന്ന് അതിലേക്ക് തന്നെ നമ്മൾ തയ്ക്കുക. ഇടഭാഗം വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് നീട്ടി വീതി കൂട്ടി തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് മിച്ചമുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇടരുത്. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഒരു ഇഞ്ച് 1.25 അത്രയൊക്കെ മതിയാവും. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്താം. ഒരു 2 ഇഞ്ച് അതേ അളവിൽ തയ്ച്ചിട്ട് പിന്നെ 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഞാൻ 2 സ്റ്റിച്ച് മാത്രമേ ഇപ്പോൾ ചെയ്തെടുക്കുന്നുള്ളൂ. മിച്ചമുള്ള പീസ് നമുക്ക് കട്ട് ചെയ്യാം. ഞാനൊരു 3 സ്റ്റിച്ചാണ് എപ്പോഴും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിപ്പം ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ കസ്റ്റമർ ഇട്ട് നോക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്ലിറ്റ് കൂടെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? സ്ലീവൊക്കെ ഇതേപോലെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ചുളുക്കമൊന്നും ഇല്ലാതെ നമുക്ക് ആം ഹോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. കണ്ടോ? ഇതേപോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ടീനേജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒറ്റ അളവിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരേ വീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ മുകൾ ഭാഗം വീതി കൂട്ടിയും താഴെ വീതി കുറച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ വീനെക്കാണ് ഇതിനൊരു നല്ല ഭംഗിയുള്ള ഒരു നെക്ക്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.